പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് ചർച്ച. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇരു നേതാക്കളും അവസാനമായി കാണുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. അജയ് ഉണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇരുവരും സാധാരണയായി കാണുമ്പോഴേക്കും ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളുണ്ടാകും. പക്ഷെ അത് ഇത്തവണ കണ്ടില്ല. പിന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇരുവരും ഒരുമിച്ചാണ് ഇരുന്നത്. എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഇന്നലെ കണ്ടു. നമ്മൾ 20 സെക്കൻഡ് ഒരു ഹസ്തദാനം കണ്ടിരുന്നതാണ്. പക്ഷേ വിഷയങ്ങൾ ചർച്ച ചെയ്യണമല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് താരിഫുമായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് പശ്ചിമേഷ്യൻ യുദ്ധം, പിന്നൊന്ന് ഇന്ത്യൻ നാവികരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് വഷളാണ് സിറ്റുവേഷൻ. 16 മാസങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് മോദിയും അതുപോലെ ട്രംപും കൂടിക്കാഴ്ച നടത്തുമ്പോഴുള്ള മോദി ട്രംപ് ഹഗ് എന്ന് പറയുന്നത്. അത് ലോക പ്രശസ്തം തന്നെയാണ്. എന്നാൽ അത്തരമൊരു ഹഗ് ഇന്നലെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെ പൊതുവായിട്ടുള്ള G7 രാഷ്ട്രങ്ങളിലുള്ള നേതാക്കളുടെ ചർച്ചയായിരുന്നു. ഇന്നലെ 2 തവണയാണ് ഇരു രാഷ്ട്ര നേതാക്കളും കണ്ടത്. ഒന്ന് പൊതുവായിട്ടുള്ള ചർച്ചകളുടെ ഘട്ടത്തിൽ, അപ്പോഴാണ് 2 രാഷ്ട്രങ്ങളിലെ നേതാക്കളും തമ്മിൽ ഒരു ഹസ്തദാനം ഉണ്ടായിരുന്നത്. പരസ്പരം കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ ഹസ്തദാനം നൽകി. 20 സെക്കൻഡ് നീണ്ടുനിന്ന ഒരു ഹസ്തദാനമായിരുന്നു. പിന്നെ എല്ലാ രാഷ്ട്രങ്ങളിലെ നേതാക്കൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന വേളയിൽ ട്രംപും മോദിയും തമ്മിൽ അപ്പോഴും ഒരു ഹസ്തദാനം നടത്തിയിരുന്നു. അതായത് ട്രംപ് ഒരു പോഡിയത്തിലോട്ട് കയറുന്ന സമയത്ത് മോദി കൈ നീട്ടുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2 തവണ മാത്രം ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊന്നും തന്നെ മുൻപ് ഉണ്ടായതുപോലെയുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്നേഹപ്രകടനം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇന്ന് ട്രംപും അതുപോലെ മോദിയും കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇതിനു മുൻപേ 2 രാഷ്ട്രങ്ങളിലെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നത്. അന്നാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇരു രാജ്യങ്ങളിലെ ബന്ധത്തിൽ വലിയ തരത്തിലുള്ള ഉലച്ചിലുകൾ ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയാണ് എന്നുള്ള അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ ഇത് പല ആവർത്തി നിഷേധിച്ചതാണ്. എന്നാൽ ട്രംപ് പിന്നീടും പല വേദികളിലും ഇപ്പോഴും ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് മേൽ നിരവധി വലിയ തരത്തിലുള്ള താരിഫ് ട്രംപ് ചുമത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. അത് വലിയ തരത്തിൽ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കി. അതുപോലെ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അമേരിക്കൻ ആക്രമണത്തിലാണ് 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയൊരു ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് ട്രംപും മോദിയും കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ പ്രധാനമായിട്ടും ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു വ്യാപാര കരാർ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം, ഇന്നലെ നടന്ന എല്ലാ രാഷ്ട്രങ്ങളിലെ നേതാക്കളുടെ ചർച്ചയിലും മോദി ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലെ സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയവും ചർച്ചയാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഊർജ ആവശ്യങ്ങൾക്കുള്ള എണ്ണ വിതരണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി അത് വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം അമേരിക്കയിൽ നിന്നുള്ള ഈ ഊർജ വിപണി അതിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ദീർഘകാലയളവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടും എന്നാണ് സൂചന. വ്യക്തമാണ്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്.